അമ്മേ തല നോക്കിയാ മതി അമ്മേ, എന്നെ ഒന്ന് വിടമ്മേ, എനിക്ക് വേദനിക്കുന്നു, ഞാൻ അവരുടെ കൂടെ ഒന്ന് കളിക്കട്ടമ്മേ. മിണ്ടായിരുന്നേ കൊച്ചേ, തല നിറയെ പേന, എപ്പോ നോക്കിയാലും കളി കളി കളി, ഒരു വൃത്തിയില്ല ഒരു മേയില്ല. നീ എന്റെ കയ്യിൽ നല്ല പെരുക്ക് വാങ്ങിക്കും. ഇനി എനിക്ക് തന്നെ ഞാൻ കളിക്കട്ടെ, തന്നെ തന്നെ തന്നെ. ആ ദേ മനു വരുന്നല്ലോ. മക്കളെ, മാമൻ എവിടെയായിരുന്നു? ഞങ്ങൾ വന്നപ്പോൾ മുതൽ മാമനെ കാത്തിരിക്കുക. എന്താ മാമ ഇന്നലെ വരാഞ്ഞത്? അതിന്റെ കിങ്ങിണിക്കുട്ടി, മാമൻ അവിടെ ഒരുപാട് പണിയുണ്ടായിരുന്നു, അതുകൊണ്ടാ മാമൻ ഇന്നലെ വരാഞ്ഞത്. അലിനീട്ടത്തി, സന്തോഷ വാർത്തയുണ്ടല്ലോ, വിജയേട്ടൻ വരുന്നുണ്ടല്ലേ? ആടാ മനു, ഇന്നലെ വിജയേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു ചിലപ്പോ അടുത്ത ആഴ്ച വന്നേക്കുമായിരിക്കും. അയ്യോ ജോളി ജോളി ജോളി, അച്ഛൻ വരുന്നേ, ഞങ്ങൾ അച്ഛൻ വരുന്നേ. മനു, നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാടാ വന്ന് കഴിക്കടാ. പിള്ളേരെ, എല്ലാരും കൂടെ കാര്യം പറഞ്ഞിരിക്കാതെ വേഗം പോയി കുളിച്ചു കഴിഞ്ഞു വാ. ഇന്ന് മേലേക്കാവിന്ന് പറവരല്ലേ, പറ കൊടുക്കണ്ടേ നമുക്ക്? അല്ല, നമ്മുടെ സൂപ്പർ സ്റ്റാർ കാർത്തു എവിടെ? ഞാൻ വന്നിട്ട് ഇത്രയും നേരമായിട്ട് അവളെ മാത്രം കണ്ടില്ലല്ലോ, അവളെവിടെ പോയി? അയ്യോ മാമ, ചേച്ചി മാത്രം സ്റ്റാർ, അപ്പൊ ഞങ്ങളൊക്കെ ആരാ? ഉൾക്കോളോ? എന്റെ പൊന്നു കുട്ടിയമ്മേ, ഞാൻ വന്നിട്ട് ഇതുവരെയായിട്ടും കാർത്തൂനെ കാണാത്തോണ്ട് ചോദിച്ചു പോയതാണേ, അടിയനോട് ക്ഷമിച്ചേക്കണേ. ക്ഷമിച്ചിരിക്കുന്നു. അതിലേ മാമ, തമ്പുരാട്ടി നീരാട്ടിന് കയറിയതാ, ഇനി ഇപ്പോഴങ്ങ് നോക്കുകയോ വേണ്ട. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഞാൻ പിള്ളേർക്ക് വാങ്ങിയ ഐസ്ക്രീം ആ വണ്ടിയിലിരിക്കുക, എടുക്കാൻ മറന്നുപോയി. മോനെ മണിക്കുട്ടാ, അതെടുത്തിട്ട് എല്ലാരും കൂടെ കഴിക്ക്, കാട്ടുമുഖം കൊടുക്കണം കേട്ടോ. അമ്പര പുളിസോ, മാമന്റെ കാർത്തു തമ്പുരാട്ടി. ഇത് ചേച്ചി തിന്നുന്ന എനിക്കൊന്ന് കാണണമല്ലോ, ഇത് രണ്ടും ഞാൻ തന്നെ തിന്നും. ആഹാ, നീരാട്ടം കഴിഞ്ഞ് തമ്പുരാട്ടി എത്തിയോ? ആ എത്തി. എന്തേ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അല്ലടി ഇങ്ങനെ, എവിടെ ഐസ്ക്രീം? എന്റെ ഐസ്ക്രീം എന്തേ? ഇതേ മാമൻ കൊണ്ടുവന്നതാ. ചേച്ചിയുടെ ഐസ്ക്രീമേ മണിക്കൂട്ടൻ ചേരുന്നേ ഇരിപ്പുണ്ട്, പോയി വാങ്ങിച്ചോട്ടോ. ഓ ശരി. എന്റെ ഐസ്ക്രീം എന്തേ? ഫ്രിഡ്ജിൽ ഇരിക്കുമായിരിക്കും അല്ലേ? നിന്റെ ഐസ്ക്രീമോ? നിന്റെ ഐസ്ക്രീമും കൊണ്ട് കിങ്ങിണി എപ്പോഴേ റൂമിലോട്ട് പോയല്ലോ. അവള് കൊണ്ടുപോയോ? എന്നിട്ട് അവള് പറഞ്ഞത് ഐസ്ക്രീം നിങ്ങളുടെ കയ്യിലാണെന്നാണല്ലോ. ചേച്ചി കിങ്ങിണി പറഞ്ഞു ഈ സമയം കൊണ്ട് കിങ്ങിണി ഐസ്ക്രീം ഷാപ്പിട്ട് കാണും. ആഹാ, എന്റെ ഐസ്ക്രീം അവള് തിന്നാലേ ഇന്നവിടെ ചാക്കാളിയാ. എടി കിങ്ങിണി, എന്താ ചേച്ചി ഉറങ്ങുന്ന കാണാൻ വയ്യേ? എന്റെ ഐസ്ക്രീം എന്തേടി? നിന്റെ കയ്യിലുണ്ടെന്നാണല്ലോ അവര് പറഞ്ഞത്. എന്റെ കയ്യിലോ? ചേച്ചിയുടെ ഐസ്ക്രീം കാണുന്നില്ലെങ്കിൽ വെച്ചെടുത്ത് പോയി നോക്കൂ ചേച്ചി, അല്ലാതെ എന്നോട് തട്ടിക്കേട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ആഹാ, നിന്നെ ഞാൻ കാണിച്ചു തരാടി കിണികിണി. അമ്മേ അമ്മേ, ഇങ്ങോട്ട് വന്നേ അമ്മേ. ഓ പിന്നെ അമ്മ ഇപ്പൊ എന്നെ പിടിച്ചങ്ങ് മൂക്കി കയറ്റും. അമ്മേ, മാമൻ കൊണ്ടുവന്ന എന്റെ ഐസ്ക്രീം ഈ കിങ്ങിണി എടുത്ത് തിന്നമ്മേ. എടി കിങ്ങിണി, നേരാണോടി? നിനക്ക് മാമൻ ഐസ്ക്രീം തന്നേല്ലേടി, പിന്നെ നീ എന്തിനാടി ചേച്ചിയുടെ ഐസ്ക്രീം എടുത്ത് തിന്നത്? പറയടി. അമ്മേ, ചേച്ചി കുളിച്ചിട്ട് വരാൻ ഒരുപാട് താമസിക്കുമെന്ന് ഞാനങ്ങ് കരുതി. അമ്മയല്ലേ പറഞ്ഞിട്ടുള്ളത് ആഹാര സാധനം വേസ്റ്റ് ആക്കി കളയരുതെന്ന്, അതുകൊണ്ടാണ് ഞാൻ തിന്നത്. എന്ത് പറഞ്ഞാലും നിനക്ക് മറുപടി ഉണ്ടല്ലോടി. ഈ അടുത്തായിട്ട് നിനക്ക് വേച്ചിൽ കുറച്ച് കൂടുന്നുണ്ട്. കാട്ടുമോളെ വിഷമിക്കണ്ട കേട്ടോ, അമ്മ മോനെ വയറ് നിറയെ ഐസ്ക്രീം വാങ്ങി തരാമേ. ശരി അമ്മേ. അന്നേരം ഞാനും വന്ന് തിന്നോളാം. കിങ്ങിണി മോളെ, എന്താ ചേച്ചി? ചേച്ചിക്ക് എന്നോടുള്ള പിണക്കമൊക്കെ മാറിയോ? അതൊക്കെ എപ്പോഴേ മാറിയല്ലോ. നീ എന്റെ അനിയത്തിയല്ലേ, അപ്പൊ അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല കേട്ടോ. സോറി ചേച്ചി, ചേച്ചിക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സോറി ചേച്ചി, സോറി സോറി. ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല കേട്ടോ. അതൊക്കെ പോട്ടെ എന്റെ കിങ്ങിണി. ഞാനിപ്പോഴേ വേറൊരു കാര്യം പറയാനാ വന്നത്. അമ്മാമ്മ അടുക്കളയിലേ കുറേ ലഡു എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ അതെനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ ആ മണിക്കൂട്ടിനെയും ബാക്കിയുള്ളവരെയും ഒക്കെ നോക്കിയിട്ട് കണ്ടില്ല. അതാ ഞാൻ നിന്നെ വിളിക്കാൻ വന്നത്. എൻ്റെ കൂടെ ഒന്ന് വരാമോ നിനക്ക്? നമുക്ക് രണ്ടുപേർ കൂടെ അത് അവിടെ നിന്ന് മുക്കാം. അതിനെന്താ ചേച്ചി, നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. എവിടാ ചേച്ചി ലഡു ഇരിക്കുന്നേ? കിങ്ങിണി മോളെ, അത് ദേ ആ ഷെൽഫിൽ ഇരിപ്പുണ്ട്. എങ്കിൽ പിന്നെ ചേച്ചി സമയം കളയാതെ ആ കസേര എടുത്ത് മോളിൽ കയറിയിട്ട് അത് എടുക്കാൻ നോക്ക്. ഞാനേ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. അയ്യോ, അത് പറ്റില്ല. ചേച്ചിക്ക് കാലിന് നല്ല വേദനയോ, അതുകൊണ്ട് മുകളിലൊന്നും കയറാൻ വയ്യ. അതല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അതെടുത്തിട്ട് നിനക്കും കൂടെ തന്നേനെ. ഓ അങ്ങനെയാണോ? എന്നാ പിന്നെ ഞാൻ കയറിക്കോളാം. ചേച്ചി എന്നാ ഒരു കാര്യം ചെയ്യ്, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണേ. ഇന്നോടി കിണികിണി, നിനക്കുള്ള പണി. അമ്മേ, ഓടി വായോ അമ്മച്ചേ.
കൊണ്ടുവന്ന് ഐസ്ക്രീം അല്ലായിരുന്നു അമ്മേ. ആ ഐസ്ക്രീം പോലെ ആവത്തില്ലല്ലോ അമ്മ എനിക്ക് വാങ്ങി തന്നാല്. അതുകൊണ്ടല്ലേ അമ്മ ഞാൻ ഇവരെ ഉരുട്ടിയിട്ടത്. കൊടുക്കമ്മേ കൊടുക്ക്, ചേച്ചിക്ക് നല്ല അടി കൊടുക്കമ്മേ. എന്റെ വീട്ടിലോട്ട് വന്നിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കത്തില്ല. ഇവിടെ വെറുതെ വിടത്തില്ലല്ലോ എന്റെ ദൈവമേ. തരടി നിനക്ക് കുളഞ്ഞു തരാം. നിനക്ക് കൊഴുത് നല്ല ചൂരക്കഷായോ അതിനൊക്കെ വേണ്ടത്. ഇപ്പൊ തരടി നിനക്ക് കൊള്ളത്.